ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യവും ചെയ്താലും അവർ സന്തോഷിക്കത്തില്ല. അവർക്ക് അന്നേരത്തേതേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യവും ചെയ്യരുത്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. തിരിച്ച് നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. പലർക്കും പല കാര്യങ്ങളും കാണും. ഒരാൾ ഒരു സമയത്ത് ചെന്ന് അവരെ സന്തോഷിപ്പിച്ചത് കൊണ്ടൊന്നും അവർക്ക് സന്തോഷമാകത്തില്ലല്ലോ. ആവുമോ? അപ്പം ഒരാളെ നമുക്ക് സന്തോഷിപ്പിച്ച് എന്നും നിർത്താൻ പറ്റത്തില്ല. പിന്നെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എപ്പോഴും അവരെ സന്തോഷിപ്പിക്കുകയും സന്തോഷമുള്ള വാക്കുകൾ പറയാനും സമാധാനപ്പെടുത്തിയിരിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പം നമ്മുടെ മനസ്സും കുറച്ച് നല്ലതായിരിക്കണം. അവരിൽ എന്തെങ്കിലും കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാനും നമ്മൾ തയ്യാറുള്ള ആളുകളാണെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറൊരാളിൽ നിന്ന് നമ്മൾ സന്തോഷം സ്വീകരിക്കാതിരിക്കണം. നമ്മൾ സ്വയം സന്തോഷം കണ്ടുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഇരിക്കുവാണെങ്കിൽ അത് പറ്റും. അല്ലാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കേണ്ട. അപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും തിരക്കാതെ നമ്മൾ അവരെ സന്തോഷിപ്പിച്ചിരിക്കുക. അപ്പം നമുക്കും സന്തോഷമായിട്ടിരിക്കാം. അങ്ങനെ നമ്മളങ്ങനെ ഒരു വീട്ടിൽ ജീവിച്ചാലും എന്നും നമുക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. നമ്മളെപ്പോഴും വീട്ടിലുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവരെ എപ്പോഴും വിഷമിപ്പിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതും കൂടെ ഇല്ലാതായിപ്പോവും. അപ്പം നമ്മൾ വീട്ടിലുള്ളവരെ എപ്പോഴും സന്തോഷമായിട്ടിരുത്തണം. അങ്ങനെയാണ് വേണ്ടുന്നത്. വീട്ടിലുള്ളവരെ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരുത്തണം. നമുക്കുള്ളത് എന്താണോ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. നമുക്ക് എന്തു നമ്മുടെ കയ്യിലുണ്ടോ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. അപ്പം നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുകയും നമുക്ക് ഐശ്വര്യങ്ങൾ വന്നു കയറുകയും ചെയ്യും. അപ്പം അല്ലാതെ വീട്ടിലുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് ഇതുപോരാ എന്നും പറഞ്ഞ് അവരെ എപ്പോഴും വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ഇരുത്തരുത്. പരമാവധി അവരെ സന്തോഷിപ്പിച്ചിരുത്താൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ സന്തോഷവും നമ്മുടെ ജീവിതവും നമ്മുടെ കയ്യിലാണ്. അത് വേറൊരാളുടെ കയ്യിലില്ല. വേറൊരാളെ നമ്മൾ കുറ്റം പറയുക, അയ്യോ നിങ്ങൾ കാരണം എനിക്കിങ്ങനെ വന്നേ, അതല്ല. നമ്മൾ കാരണം തന്നെയാണ് നമുക്കങ്ങനെ വരുന്നത്, വേറൊരാൾ കാരണം അല്ല. അത് നമ്മൾ വെറുതെ പറയുന്നേ. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ട് വയ്ക്കും. അത് നമ്മുടെ കുറ്റം തന്നെയാണ്, അവരുടെ കുറ്റമല്ല. നമ്മളത് ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പറയും തോറും വീണ്ടും വീണ്ടും നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി.